ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വോയിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഇളനീർ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഇളനീരും പഞ്ചസാരയും പാലുമായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ച കൂട്ടാണ് കേട്ടോ ഇത് ആദ്യമേ തന്നെ അടിച്ച് വെക്കണമെന്നില്ല, പഞ്ചസാര പിന്നെ ഇട്ടാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസോ അഗറോ എന്തായാലും മതി. ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ഒരു 20 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് പാല് വേണം. ഞാൻ 1 ഗ്ലാസ് പാലേ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് നമ്മുടെ ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അരിച്ച് വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാനുള്ളത്. നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് യൂസ് ചെയ്യാം. അതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ച് നമുക്ക് പാലിലോട്ട് ഒഴിക്കാം. നമ്മുടെ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ വേണം കേട്ടോ നമ്മൾ ഇത് ഒഴിക്കാനായിട്ട്. ഞാൻ കുറച്ചൊരു പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര, അതായത് മധുരം മുന്തി നിൽക്കുന്ന അവസ്ഥയിൽ വേണം നമുക്ക് നമ്മുടെ പുഡിങ് തയ്യാറാക്കാൻ. അല്ലെങ്കിൽ പുഡിങ് ഉണ്ടാക്കിയതിന് ശേഷം മധുരം കുറവായിരിക്കും. ഞാൻ നമ്മുടെ ചൈന ഗ്രാസ് അരിച്ച് ഒഴിക്കുവാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ചതിന് ശേഷമാണ് കേട്ടോ ചൈന ഗ്രാസ് ഞാൻ ഒഴിച്ചേക്കുന്നത്. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ സിമ്മിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൂട്ടി വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒഴിക്കാൻ പാടില്ല. ഇനി നന്നായിട്ട് എല്ലായിടവും വറുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലായിടം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ വേണം കേട്ടോ ചേർക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് ചേർത്തേക്കുന്ന കാരണം അത് കട്ടിയായി പോകും. നമ്മുടെ കൂട്ട് നല്ലപോലെ മിക്സായി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൂടോടെ ഒഴിക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് മാറാനായിട്ട് വയ്ക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെറിയ ചൂടോട് കൂടി വേണം നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട്. മോൾഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോൾഡ് വേണോ എടുക്കാം. അതിൽ നെയ്യൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ ഒഴിക്കാവുന്നതാണ്. ഒരു മോൾഡ് തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറു ചൂടോടെ ഒഴിക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വല്ലതും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേളിൽ കുറച്ചൊന്ന് സെറ്റായിട്ട് മാത്രമേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിടുന്നത്. എന്ത് വേണോ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് വേണോ ഇടാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്നത് താഴ്ന്നു പോകും. ഇനി നമുക്ക് തണുപ്പിച്ച് ഉപയോഗിക്കാം. ഇത് 2 രീതിയിൽ ഉപയോഗിക്കാം. ക്രീമായിട്ട് തന്നെ കോരി കഴിക്കുന്നവരുണ്ട്, അല്ലാതെ കട്ട് ചെയ്ത് പീസായിട്ടും കഴിക്കാം. എങ്ങനെ വേണം അവരവരുടെ ഇഷ്ടം വെച്ച് കഴിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്നായില്ലേ പുഡിങ്. വേറെ പുഡിങ് പോലെ അല്ല കേട്ടോ. നമ്മുടെ കരിക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.